ഹായ് സുഹൃത്തുക്കളെ, ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മളെ പരുന്തിനെ പറ്റിയിട്ട്. അപ്പോൾ മൂപ്പരെ നമ്മൾ അയച്ചു വിടാനുള്ള പരിപാടിയാണ്. പിന്നെ അതിൻ്റേതായ ലോകത്തേക്ക് അത് പോയിക്കോട്ടെ. അപ്പോൾ ഞാൻ തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവസാനം തിന്നാൻ കൊടുക്കുകയാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് വേണം അതിന് തുറന്നു വിടാൻ. അപ്പോൾ ആളിതാണ്, ആൾ കുഴപ്പമില്ല, സാറാണ്. അപ്പോൾ ഇത് ഫുഡിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് മൂപ്പര്. എന്നെ കണ്ടപ്പോൾ ഭയങ്കര പരാക്രമമൊക്കെ നടത്തുകയാണ്. അപ്പോൾ ഞാൻ അതിന് കൊടുക്കുകയാണ്, ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ മൂപ്പര് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. കുറച്ചുകൂടി മൂപ്പര് തിന്നുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചിറകിനൊരു കുഴപ്പമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ പെട്ടെന്ന് വിടാതെ നിന്നത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോ കമൻറ്റുകളൊക്കെ എനിക്ക് വേണ്ടിയിട്ട് എഴുതിയിരുന്നു. അത് ഫോറസ്റ്റിൽ നിന്ന് വന്നിട്ട് അവരെ വിവരം അറിയിക്കണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അറിയാമല്ലോ ഇതിൻ്റെ വിടാൻ പറ്റുമല്ല എന്നുള്ളത് അവർക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും ഇപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ഇപ്പോൾ വിടാൻ പറ്റില്ല, അതിൻ്റെ അസുഖം കാരണത്താൽ നമുക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ മൂപ്പര് അസുഖം മാറി എന്നുള്ള ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വിടാമെന്ന് വിചാരിച്ചിട്ടാണ് മൂപ്പരെ ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്ഥിതി. തിന്നാ എന്നാ അപ്പോൾ മൂപ്പര് തിന്നുന്നതിന് കുഴപ്പമൊന്നുമില്ല, മൂപ്പര് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ കൂട് ഒഴിവാക്കല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പാടെന്ന് അറിയില്ല. മൂപ്പര് സ്വന്തമായിട്ട് ഭക്ഷണം കഴിച്ച് എങ്ങനെ ഇപ്പോൾ ജീവിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ ഏതായാലും പറന്ന് പോവുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. നമ്മൾ അറ്റിങ്ങൾ എത്രയും ചെറിയ കൂട്ടിലിട്ട് വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്താനും പറ്റില്ല. അറ്റിങ്ങൾ പറവകളല്ലേ, അപ്പോൾ അറ്റിങ്ങളുടേതായിട്ടുള്ള ലോകങ്ങളുണ്ടല്ലോ. അപ്പോൾ അറ്റിങ്ങൾ അങ്ങനെയൊക്കെയാണ് സംഗതി. അപ്പോൾ ഇപ്പോൾ ഒരു ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. ഞാൻ 2-3 നേരം ഭക്ഷണം കൊടുക്കുന്നതാണ്. അപ്പോൾ എന്നാ കഴി. അപ്പോൾ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ തിന്നാറുണ്ട്. പിന്നെ മൂപ്പർക്ക് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് പോകും. അതിൽ മനസ്സിലാക്കാം നമുക്ക് മൂപ്പർക്ക് വയറ് നിറഞ്ഞിരുന്നു. കഴിച്ച തിന്നോ നമുക്ക് പോകണ്ടേ. ഇന്നെന്നാ അയച്ചിടാൻ പോവുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസമാണ്. തിന്നോ, നല്ല തിന്നോ. നമുക്കൊരു നല്ല തീറ്റി കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെ കഴിക്കുക എന്നുള്ളതെന്ന് എനിക്ക് അറിയില്ല. പോയി കഴിഞ്ഞാൽ നമുക്കൊരു വിഷമമുണ്ട് അതിനെ വിടുന്നതിന്. എന്ത് ചെയ്യാനാണ്, പറ്റുന്നതായിട്ട് ലോകത്തേക്ക് പോകണ്ടേ. കഴിച്ചോ. അപ്പോൾ മൂപ്പരിപ്പോൾ തൊടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കണ്ട ഒരു കുഴപ്പമില്ല. പിന്നെ അധികം അതിൻ്റെ ശരീരത്തിൽ തൊടുന്ന അതിന് ഇഷ്ടമല്ല. അപ്പം അതന്നെ നല്ലതും.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്ഥിതി. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് അയച്ചു വിട്ടിട്ടുള്ള പരിപാടി നോക്കാം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ മൂപ്പരെ പുറത്തേക്ക് വിടാൻ പോവുകയാണ്. പിന്നെ എന്താ പാടെന്ന് അറിയില്ല, ഞാനിതുവരെ കൂട്ടുന്ന എടുത്തൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഒന്ന് ഞാൻ നോക്കുകയാണ്. കുക്കു പുറത്ത് പോണ്ടേ? എനിക്ക് ഞാൻ അതിൻ്റെ മുകളിൽ, ഞങ്ങൾ അതിൻ്റെ മുകളിലാണ് വെക്കാൻ പോകുന്നത് അവിടെ. അപ്പോൾ മൂപ്പര് ഈ ഓടിൻ്റെ മുകളിൽ വെക്കുകയാണ്. അപ്പോൾ മൂപ്പര് അവിടെ നിന്ന് അങ്ങോട്ട് പോയിക്കോളും. പക്ഷേ മൂപ്പര് പിടിക്കാൻ കഴിയുന്നില്ല. എന്താണ് ഇന്ന് കൊത്താൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. എന്താണ് കൊത്തരുത്, അന്നെ എടുത്ത് അവിടെ കൊണ്ടാ പോവുക. അപ്പോൾ ഇതാ മൂപ്പരിതാണ്, ഞാൻ ഫസ്റ്റ് പിടിക്കുകയാണ് മൂപ്പരെ. അപ്പോൾ മൂപ്പർക്കൊരു പേടിയുണ്ട്, എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ മൂപ്പരെ വിടാനുള്ള പരിപാടിയാണ്. നമുക്ക് സങ്കടമുണ്ട്, ഇത്രയും പോറ്റിയതിനും വർഷം കൊടുത്തതിനും സങ്കടമുണ്ട്. അപ്പോൾ മൂപ്പരേതായിട്ടുള്ള ലോകത്തേക്ക് മൂപ്പര് പോട്ടെ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇത് പൊയ്ക്കട്ടാ. അന്ന് ഞാൻ അതിൻ്റെ മേലെ വെച്ച് തരാം, ഇത് പൊയ്ക്കുക. അപ്പോൾ ഓക്കെ, ഞാനിത് ഇതിനെ ഇവിടെ വെക്കുക. മൂപ്പര് ചാടി കളിക്കുന്നുണ്ട്. ബൈ കുക്കു, ചാടി വയ്ക്കാം. മൂപ്പർക്കൊരു സ്വാതന്ത്ര്യം കിട്ടീന്. അപ്പോൾ പിന്നെ ഇനി എന്താന്നുള്ള അറിയില്ല, ചാടി കളിക്കുന്നുള്ളൂ. പറക്കാൻ കഴിയുമെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ വേറൊരു തുണ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് വേറൊരു പരുന്തുകൾ അവിടെ വന്നിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂപ്പരെ കണ്ടിട്ടാണ് ഇപ്പോൾ അവർ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എന്താ പാടെന്ന് അറിയില്ല. അപ്പോൾ 2-3 പരുന്തുകളുണ്ട് മുകളിൽ. അപ്പോൾ ഇതാ മൂപ്പര് അവിടെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്നുള്ള അറിയില്ല. മൂപ്പരെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെ വർഗത്തുള്ള ആൾക്കാർ തന്നെ വന്നത്, ചക്കിപ്പരുന്തുകളൊന്നുമല്ല വന്നത്, കൃഷ്ണപ്പരുന്തുകൾ തന്നെയാണ്. അപ്പോൾ ഈ ഓലൻ്റെ മുകളിലൊക്കെ ഉണ്ട് അവർ. അപ്പോൾ ഈ ഫോണ് വലിയ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് കാണാനായിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നായിട്ടുള്ള ഇതുവരെയുള്ള വീഡിയോ ഉള്ളൂ. അപ്പോൾ ഇനി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ. ഇനി ഇവിടുന്ന് എന്താ മൂപ്പര് പറക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പറക്കാൻ കഴിയുമോ ഇല്ലയെന്ന് അറിയില്ല, കുറേ കാലം കൂട്ടിലല്ലായിരുന്നോ, അതുകൊണ്ടായിരിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.